ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾമ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ക്രാബ് ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ 1/2 കിലോനോളം ഉണ്ട്. ഇനി അതിലോട്ട് 2 വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തത്, പച്ചമുളക് 3 എണ്ണം, ചെറിയ ഉള്ളി ഒരു 7 എണ്ണം, കറിവേപ്പില 2 തണ്ട്, വെളുത്തുള്ളി 6 ഇല്ലി, ഇഞ്ചി 2 ഇഞ്ച് വലിപ്പത്തിൽ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, തക്കാളി 2 എണ്ണം, കുരുമുളക് പൊടി. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുരുമുളക് ആയാലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ ചേർത്തിക്കോളൂ. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വെള്ളമൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും. ഇനി അതിലോട്ട് അരച്ച് വെച്ച് പേസ്റ്റ് ചേർത്തി കൊടുക്കുക. കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ച സബോള, കുറച്ച് ഉപ്പൂടെ ചേർക്കാം. പച്ചമുളക്, ചെറിയ ഉള്ളിയൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടി. ഇനി അതിലോട്ട് മസാല ചേർത്തി കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം പോണ വരക്കും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വേണം പിന്നീട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 4 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോഴേക്കും തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വന്നു തക്കാളി. ഇനി അതിലോട്ട് ഉപ്പ് ചേർത്തി കൊടുക്കുക. ഈ ടൈമിൽ മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ഈ ടൈമിൽ ചേർത്തി കൊടുക്കണം. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ക്രാബൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലായിടത്തും മസാല പിടിക്കണ മാതിരി മിക്സ് ചെയ്യാം. എനിക്ക് കുറച്ച് ഗ്രേവി വേണം, അത് കാരണം ഞാൻ 218 ml കപ്പിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി വേണ്ട, കൂടുതൽ ഗ്രേവി വേണ്ടാത്തവർ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞണ്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി ഒരു 2 വിസിൽ വരണ വരക്കും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 വിസിൽ വന്നു. അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കി. ഇപ്പോൾ ഞണ്ടെല്ലാം നല്ലപോലെ വെന്തു കിട്ടി. നല്ല സ്മെല്ലും ഇപ്പോൾ വന്നു. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്തി കൊടുക്കുക. ഇപ്പോൾ ഞണ്ട് റോസ്റ്റ് റെഡിയായി കിട്ടി. ഇതുപോലെ നിങ്ങളും ഒരു ട്രിപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.